അങ്ങനെ നമ്മളിതാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നാണ് അമ്മേൻ്റെ സർജറി പറഞ്ഞത്. ഇവർ രാവിലെ 5 മണിയൊക്കെ ആകുമ്പം തന്നെ വന്നു. അപ്പം തൊട്ടേ ഓരോ ടെസ്റ്റും ചെക്കിങ്ങുകളൊക്കെ ആയിരുന്നു. ഇന്നലെയാണ് കേട്ടോ നമ്മളിവിടെ അഡ്മിറ്റായത്. അഡ്മിറ്റ് തന്നെ നമ്മൾ ആദ്യം വാർഡിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ റൂം കിട്ടുമ്പോഴത്തേക്ക് ലേറ്റായിട്ടുണ്ട്. വാർഡിൽ നിന്ന് റൂമിലേക്കൊക്കെ ഷിഫ്റ്റായി ഞങ്ങൾ കിടക്കുമ്പോഴത്തേക്ക് നല്ല ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഇപ്പോൾ ഇവർ 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വന്നു, ഓരോ ചെക്കിങ്ങും ഇതിനൊക്കെ ആയിട്ട്. അമ്മയ്ക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല ചുമ ഉണ്ടായിരുന്നു. അപ്പോൾ ചുമ കാരണം സർജറി ഇനിയും എക്സ്റ്റെൻഡ് ആവുമെന്ന് ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അവർ നെബുലൈസൊക്കെ ചെയ്ത് ഓക്കെ ആക്കി. ഇപ്പോൾ ഇതാ സർജറിക്ക് വേണ്ടി കൊണ്ടുപോവുകയാണ്. ഞങ്ങളൊരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് സർജറി ഉണ്ടാവുമെന്ന് വിചാരിച്ചത്. പക്ഷേ അവർ നേരത്തെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു തിയേറ്ററിലേക്ക്. അപ്പം വീട്ടിൽ നിന്നൊന്നും ആരും എത്തിയിട്ടുണ്ടായില്ല, ഞാൻ മാത്രമായിരുന്നു. അപ്പോൾ അമ്മേനെ പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് കാണുമ്പോഴൊക്കെ ഒരു സങ്കടമായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം അച്ഛനും ഏട്ടനും ചേച്ചിയൊക്കെ വന്നു, ഇവൊക്കെ വന്നു. പിന്നെ മാമനും വല്യമ്മയും വലിയച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഇപ്പം സർജറിക്ക് വേണ്ടിയിട്ട് കയറ്റിയപ്പോൾ ഞങ്ങളിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയി ഫുഡൊക്കെ കഴിച്ചു. അവിടെ തിയേറ്ററിൻ്റെ മുമ്പിൽ ഇരിക്കാൻ അങ്ങനെ കുറേ സ്പേസ് ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി ഇരിക്കുമ്പം അവിടെ ഭയങ്കര കൺജസ്റ്റഡ് ആവില്ലോ. പിന്നെ അവിടെ OP ഒക്കെ നോക്കുന്നുണ്ട്. അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് വന്നു. ഞങ്ങൾ റൂമിലിരിക്കുകയായിരുന്നു. അമ്മ ഇവിടുത്തെ പങ്കജ് സാറെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. സാറ് നല്ലൊരു ബിഹേവിയറൊക്കെ ആയിരുന്നു കേട്ടോ. അമ്മേനെ സർജറിക്ക് കയറ്റി. പിന്നെ അമ്മേനെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അവർ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ സാറ് എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തു. പെട്ടെന്ന് സർജറി കഴിയും, പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു ബിഹേവിയർ, ഇതായിരുന്നു സാറിൻ്റെ അടുത്ത്. പിന്നെ ഓരോ കാര്യം ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളൊക്കെ സാറ് നല്ല നീറ്റായിട്ട് നമുക്ക് പറഞ്ഞൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. വാർഡിൽ നിന്ന് റൂമിലേക്ക് മാറിയതുകൊണ്ട് നല്ല സുഖമായിരുന്നു കേട്ടോ. വാർഡിലാകുമ്പം വേറെ ആൾക്കാരുണ്ടാവില്ല, അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനൊന്നും കിടക്കാനും അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. ഇതിപ്പോൾ റൂമിലായതുകൊണ്ട് ഞങ്ങൾക്കും ഇവനും ഒക്കെ നല്ല സുഖമായിരുന്നു. പിന്നെ ഒരു 3 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പം ഞങ്ങൾ അമ്മേനെ ICUയിൽ കയറി കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മേനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞാക്കിൻ്റെ ചേച്ചിയാണോ ഇയാണോ ചേച്ചി? കുട്ടീനെ കണ്ടിരിക്കാൻ വേണ്ടി മാസ്കൊക്കെ ഇട്ടു. മഞ്ഞപ്പൊടി ഒന്നുമില്ല. പിന്നെ അതാ റൂമിലെത്തിയാൽ അമ്മ ഇങ്ങനെ സർജറീൻ്റെ ഓരോ കാര്യങ്ങൾ പറയും. ഞങ്ങളൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മോണിറ്ററും അപ്റ്റനും കുറച്ച് ബെഡ്ഷീറ്റും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവർ പിന്നെ സർജറി കഴിഞ്ഞതായതുകൊണ്ട് ഉള്ളിലേക്കൊന്നും കയറിയില്ല. പിന്നെ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ച് വന്നു. അമ്മയ്ക്കുള്ള ഫുഡ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർ കൊണ്ടുവരുമായിരുന്നു കേട്ടോ, റൂമിലേക്ക് കൊണ്ടുതരുമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ വല്യമ്മയും അച്ഛനും ഒക്കെ പോയി. ചേച്ചിയും ഏട്ടനും ഇവും ഇന്ന് ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. ഞങ്ങളും കിടക്കാനുള്ള പരിപാടിയിലാണ്.
പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പം അമ്മയ്ക്ക് വേറൊരു മരുന്ന് കൊണ്ട് കയറ്റാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ മരുന്നിന് കയറ്റി കഴിയുമ്പോൾ കുറച്ച് നേരം പിടിക്കും. അപ്പം അത് നോക്കണം. അത് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഇവ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റും. പിന്നെ ഇവ ആയിരുന്നു മരുന്ന് കയറുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. മരുന്ന് വെച്ച് കിടക്കണം.